എജ്യൂകസ്റ്റ് അക്കാദമിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കേരള PSC കഴിഞ്ഞ വ്യാഴാഴ്ച 17/7/2025 നടത്തിയ പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവർ പരീക്ഷയുടെ പ്രൊവിഷണൽ ആൻസർ കീ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 86/2025. നമുക്ക് പെട്ടെന്ന് തന്നെ ഉത്തരങ്ങളൊന്ന് പരിശോധിക്കാം. ആദ്യത്തെ ചോദ്യം, താഴെ തന്നവയിൽ നിന്നും തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് തോമസ് ജോൺസ് ബാർക്കർ വരച്ച ചിത്രമാണ് റിലീഫ് ഓഫ് ലക്നൗ. ഈ ചിത്രം വരച്ച വർഷം 1858. ഈ ചിത്രത്തിൽ പരാമർശിക്കുന്ന ലക്നൗ കമ്മീഷണർ ഹെൻറി ലോറൻസ് ആണ്. കോളിൻ ക്യാമ്പൽ എന്ന സേനാ ഉദ്യോഗസ്ഥൻ്റെ വരവും ഈ ചിത്രം ഉയർത്തി കാണിക്കുന്നു. തെറ്റായ പ്രസ്താവന ഓപ്ഷൻ ബി. ശരിയായ 2 പ്രസ്താവനകൾ അടങ്ങിയ ഓപ്ഷൻ കണ്ടെത്തുക. ഓപ്ഷൻ എ ബി. മഹാത്മാഗാന്ധി ആഫ്രിക്കയിൽ നിന്ന് തിരിച്ചു വന്നത് 1915. മഹാത്മാഗാന്ധി ഇന്ത്യയിൽ തിരിച്ചെത്തിയതിനു ശേഷം പങ്കെടുത്ത ആദ്യത്തെ പ്രധാന പരിപാടി ബനാറസ് ഹിന്ദു സർവകലാശാലയുടെ ഉദ്ഘാടനമായിരുന്നു. കേരള ചരിത്രവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവനകൾ കണ്ടെത്തുക. ബ്രിട്ടീഷ് അധിനിവേശത്തിൻ്റെ കണ്ണൂർ ജില്ലയിലെ മൊറാഴ സമരം നടന്നത് 1940 സെപ്റ്റംബർ 15 കയ്യൂർ സമരത്തിൽ പോലീസ് ഉദ്യോഗസ്ഥൻ കൊല്ലപ്പെട്ടത് 1941 മാർച്ച് 28 കയ്യൂർ സമരത്തിൽ പങ്കെടുത്ത 4 പേരെ തൂക്കിക്കൊന്നത് 1943 മാർച്ച് 28 പുന്നപ്ര വയലാർ സമരം നടന്നത് 1946 തെറ്റായ പ്രസ്താവനകൾ കണ്ടെത്തുക. ഓപ്ഷൻ സി. താഴെ തന്നവയിൽ നിന്നും ശരിയായ 3 പ്രസ്താവനകൾ മാത്രമുള്ള ഓപ്ഷൻ കണ്ടെത്തുക. ഓപ്ഷൻ എ ബി സി. ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകൃതമായത് 1921. ചൈനയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായി ഏറ്റുമുട്ടിയ പാർട്ടിയായിരുന്നു കുമിങ്താങ് പാർട്ടി. മാവോയുടെ നേതൃത്വത്തിലുള്ള ലോങ് മാർച്ച് നടന്നത് 1934-35 കാലഘട്ടത്തിലായിരുന്നു. താഴെ തന്നവയിൽ നിന്നും തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. ഇന്ത്യൻ ടെസ്റ്റ് ക്രിക്കറ്റ് ടീമിൻ്റെ പുതിയ നായകൻ ശുഭ്മാൻ ഗില്ലാണ്. ഇന്ത്യൻ ടെസ്റ്റ് ക്രിക്കറ്റ് ടീമിൻ്റെ 37ാമത് ക്യാപ്റ്റനാണ് ശുഭ്മാൻ ഗിൽ. വിരാട് കോഹ്ലിയുടെ പിൻഗാമിയായാണ് അദ്ദേഹം ക്യാപ്റ്റനായത്. മലയാളി താരം സഞ്ജു സാംസൺ ടെസ്റ്റ് ടീമിൽ ഇടം നേടിയില്ല. തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. ഓപ്ഷൻ സി. ചുവടെ നൽകിയിരിക്കുന്ന സവിശേഷതകളുടെ ക്രമത്തിൻ്റെ അടിസ്ഥാനത്തിൽ മേഘങ്ങളെ തിരിച്ചറിയുക. കറുപ്പ് അഥവാ ഇരുണ്ട നിറം, നേർത്ത തൂവൽ രൂപം, പഞ്ഞിക്കെട്ട് പോലെ കാണുന്നവ, ആകാശത്തിൻ്റെ സിംഹഭാഗവും ഉൾക്കൊള്ളുന്ന അടുക്കുകളായി കാണുന്നവ. ഓപ്ഷൻ സി. നിംബസ്, സിറസ്, ക്യുമുലസ്, സ്ട്രാറ്റസ്. താഴെ നൽകിയവയിൽ ഉപദ്വീപീയ പീഠഭൂമിയുമായി ബന്ധപ്പെട്ട് ശരിയായ വിവരണം ഏതെല്ലാമാണ്? ഓപ്ഷൻ എ 1, 2, 4 മാത്രം. ഉപദ്വീപീയ പീഠഭൂമി ക്രമരഹിതമായ ത്രികോണാകൃതിയിലുള്ള ഭൂപ്രദേശമാണ്. പ്രധാനമായും ലാവ തണുത്തുറഞ്ഞതിലൂടെയാണ് രൂപപ്പെടുന്നത്. ശരാശരി ഉയരം 600 മുതൽ 900 മീറ്റർ വരെ. താഴെ തന്നിരിക്കുന്ന അന്തരീക്ഷ പാളികളെ സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരത്തിനനുസരിച്ച് ക്രമത്തിൽ വിന്യസിക്കുക. സ്ട്രാറ്റോസ്ഫിയർ, ട്രോപ്പോസ്ഫിയർ, തെർമോസ്ഫിയർ, മെസോസ്ഫിയർ. ഓപ്ഷൻ ഡി 2, 1, 4, 3. ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മെസോസ്ഫിയർ, തെർമോസ്ഫിയർ. ഇന്ത്യയിലെ കൽക്കരി നിക്ഷേപങ്ങളുടെ 80% ഡാഷ് ഇനത്തിൽപ്പെട്ടതാണ്. ഓപ്ഷൻ ബി ബിറ്റുമിനസ്. കേരള തീരത്ത് സ്ഥിതി ചെയ്യുന്നതും ഏറ്റവും വലിയ ആഴക്കടൽ തുറമുഖവുമായി കണക്കാക്കപ്പെടുന്നതും സ്വാഭാവിക ആഴക്കടൽ പ്രവാഹത്തിനും അൾട്രാ ലാർജ് കണ്ടെയ്നർ കപ്പലുകൾ കൈകാര്യം ചെയ്യാനുള്ള ശേഷിക്കും പേരുകേട്ട തുറമുഖം ഏതാണ്? ഓപ്ഷൻ ഡി വിഴിഞ്ഞം തുറമുഖം. അടുത്ത ചോദ്യം ശരിയായ പ്രസ്താവന കണ്ടെത്താനുള്ളതാണ്. ഓപ്ഷൻ സി. പ്രസ്താവന 3 മാത്രം ശരി. ഹരിത വിപ്ലവത്തിലൂടെ കോളനി ഭരണത്തിന് കീഴിൽ കാർഷിക മേഖലയിൽ നിലനിന്നിരുന്ന സ്തംഭനാവസ്ഥ കുറേയൊക്കെ പരിഹരിക്കാനായി. ഉദാരവൽക്കരണവുമായി ബന്ധപ്പെട്ട് ചേരുംപടി ചേർക്കുക. ഓപ്ഷൻ ബി A1, B2, C3, D4. വ്യവസായ മേഖല പരിഷ്കാരം. ഒട്ടേറെ വ്യവസായങ്ങളിൽ ഉൽപ്പന്നങ്ങളുടെ വില നിർണ്ണയിക്കാൻ വിപണിയെ കൂടി അനുവദിച്ചു. ധനകാര്യ പരിഷ്കാരം. നിരവധി സ്വകാര്യ ബാങ്കുകൾ നിലവിൽ വന്നു. വിദേശ വിനിമയ പരിഷ്കാരം. ഇന്ത്യയിലെ രൂപയുടെ വിനിമയ നിരക്ക് വിദേശ നാണ്യത്തിൻ്റെ ചോദനത്തെയും പ്രധാനത്തെയും ആശ്രയിച്ച് തീരുമാനിക്കാൻ തുടങ്ങി. വ്യാപാര നിക്ഷേപ നയ പരിഷ്കാരം. ഇന്ത്യൻ വ്യാവസായിക ഉൽപ്പാദനത്തിൽ അന്താരാഷ്ട്ര മത്സരക്ഷമത വർദ്ധിപ്പിക്കുക. പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടാത്തത് വളർച്ച, ആധുനികവൽക്കരണം, ആരോഗ്യം, സ്വാശ്രയത്വം. ഉൾപ്പെടാത്തത് ഓപ്ഷൻ സി ആരോഗ്യം.
നീതി ആയോഗിനെ സംബന്ധിച്ച് താഴെ നൽകിയിരിക്കുന്നവയിൽ തെറ്റല്ലാത്ത പ്രസ്താവനകൾ. ഓപ്ഷൻ സി 2, 4 ശരി. കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ ലഫ്റ്റനന്റ് ഗവർണർമാർ നീതി ആയോഗിലെ അംഗങ്ങൾ ആയിരിക്കും. ആദ്യ യോഗം നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ നടന്നു. 2024 സാമ്പത്തിക ശാസ്ത്ര നോബൽ സമ്മാനം നേടിയവരിൽ ഉൾപ്പെടാത്തത്. ഓപ്ഷൻ ഡി ക്ലാഡിയ ഗോൾഡിൻ. ഭരണഘടനാ നിർമ്മാണ സമിതി ഇന്ത്യൻ ഭരണഘടനയ്ക്ക് അംഗീകാരം നൽകിയ വർഷം. ഓപ്ഷൻ സി 1949 നവംബർ 26. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്ന് ഇന്ത്യ കടം കൊണ്ട വ്യവസ്ഥയിൽ പെടാത്തത് കണ്ടെത്തുക. നിയമനിർമ്മാണ നടപടിക്രമങ്ങൾ, അർദ്ധ ഫെഡറൽ ഗവൺമെൻറ് സംവിധാനം, നിയമവാഴ്ച, ഭരണഘടനാ ഭേദഗതി. ഉൾപ്പെടാത്തത്. ഓപ്ഷൻ ബി 2ഉം 4ഉം. അയിത്തവിരുദ്ധ നിയമം ഇന്ത്യയിൽ നിലവിൽ വന്ന വർഷം. ഓപ്ഷൻ എ 1955. ഇന്ത്യൻ പാർലമെൻറ്റിലെയും സംസ്ഥാന നിയമസഭകളിലെയും അംഗങ്ങളെ കൂറുമാറ്റത്തിൻ്റെ പേരിൽ അയോഗ്യരാക്കുന്നതുമായി ബന്ധപ്പെട്ട വ്യവസ്ഥകൾ ഉൾപ്പെടുത്തിയ ഭരണഘടനാ ഭേദഗതി. ഓപ്ഷൻ ബി 1985 52ാം ഭരണഘടനാ ഭേദഗതി. കേരളത്തിൽ തൊഴിലുറപ്പ് പദ്ധതി ആദ്യമായി ആരംഭിച്ചത് ഏത് ജില്ലയിലാണ്? ഓപ്ഷൻ ബി കോട്ടയം. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തെ ഭരണഘടനയുടെ തിരിച്ചറിയൽ കാർഡ് എന്ന് വിശേഷിപ്പിച്ചതാരാണ്? ഓപ്ഷൻ ബി എൻ.എ. പാൽഖിവാല. നഗരങ്ങളിലെ ചേരികളെ സാധാരണക്കാരുടെ ആരോഗ്യ സംരക്ഷണത്തിനായി കേരള സർക്കാർ ആവിഷ്കരിച്ച പദ്ധതി. ഓപ്ഷൻ എ ഉഷസ്. മിച്ചഭൂമി തിരിച്ചറിയൽ, ഏറ്റെടുക്കൽ, വിതരണം എന്നിവ കാര്യക്ഷമമാക്കുന്നതിനുള്ള നടപടികൾ ശുപാർശ ചെയ്ത കമ്മിറ്റിയുടെ പേര്. ഓപ്ഷൻ ഡി ഹനുമന്ത് റാവു കമ്മിറ്റി. 74ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ മുനിസിപ്പൽ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് കൂട്ടിച്ചേർത്ത ഭാഗം. ഓപ്ഷൻ ബി ഭാഗം 9A. 2024 നടന്ന ബ്രിക്സ് ഉച്ചകോടിയുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയേത്? ഓപ്ഷൻ എ 1, 2, 4. 16ാം ഉച്ചകോടിയാണ് കസാനിൽ നടന്നത്. 2006 സംഘടന ആരംഭിക്കുന്നത്. ആസ്ഥാനം ചൈനയിലെ ഷാങ്ഹായിലാണ്. താഴെ തന്നിരിക്കുന്നവയിൽ നിന്നും ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. ഉഷ്ണമേഖലാ പ്രദേശങ്ങളിൽ ജൈവവൈവിധ്യം കൂടുതലായി കാണപ്പെടാനുള്ള കാരണങ്ങൾ ഏതെല്ലാം? ഓപ്ഷൻ എ 1, 3 ശരി. കൂടുതൽ സൂര്യപ്രകാശത്തിൻ്റെ ലഭ്യത, സ്ഥിരമായ കാലാവസ്ഥ. മലേറിയ രോഗത്തിന് കാരണമായ രോഗകാരിയുടെ പേര്. ഓപ്ഷൻ സി പ്ലാസ്മോഡിയം വൈവാക്സ്. പാൻക്രിയാസിലെ ബീറ്റാ കോശങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ ഏത്? ഓപ്ഷൻ സി ഇൻസുലിൻ. 2024 ഫെബ്രുവരിയിൽ ഏത് രാജ്യത്താണ് ബ്യൂബോണിക് പ്ലേഗ് സ്ഥിരീകരിച്ചത്? ഓപ്ഷൻ സി അമേരിക്ക. താഴെ പറയുന്ന ഏത് പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകളാണ് പൂർണ്ണാന്തര പ്രതിപതനവുമായി ബന്ധപ്പെട്ട് ശരിയായിട്ടുള്ളത്? ഓപ്ഷൻ ബി 2ഉം 3ഉം. പതനകോൺ ക്രിട്ടിക്കൽ കോണിനേക്കാൾ കൂടുതലായിരിക്കണം. പ്രകാശിക സാന്ദ്രത കൂടിയ മാധ്യമത്തിൽ നിന്നും കുറഞ്ഞ മാധ്യമത്തിലേക്ക് പ്രകാശം പതിക്കണം. ISROയുടെ പ്രഥമ സൗരദൗത്യമായ ആദിത്യ L1 കുറിച്ച് താഴെ കൊടുത്ത പ്രസ്താവനകളിൽ ശരിയല്ലാത്തവ ഏതാണ്? ആദിത്യ L1 ദൗത്യത്തിൻ്റെ പ്രൊജക്ട് ഡയറക്ടർ നിഗർ ഷാജിയാണ്. ഈ ദൗത്യം 7 പേലോഡുകൾ വഹിക്കുന്നു. അവ സൂര്യൻ്റെ അന്തരീക്ഷം നിരീക്ഷിക്കാനാണ് ഉപയോഗിക്കുന്നത്. 2023 സെപ്റ്റംബർ 2 PSLV C-57 എന്ന റോക്കറ്റ് ഉപയോഗിച്ചാണ് ആദിത്യ L1 വിക്ഷേപിച്ചത്. സൂര്യനിൽ നിന്ന് ഏകദേശം 1.5 മില്യൺ കിലോമീറ്റർ അകലെയാണ് ആദിത്യ L1 സ്ഥിതി ചെയ്യുന്നത്. ശരിയല്ലാത്തവ ഏതാണ്? ഓപ്ഷൻ ഡി 4 മാത്രം. താഴെ കൊടുത്ത താപനിലകളിൽ ഏതൊക്കെയാണ് ശരിയായി ചേരുന്നത്? ഓപ്ഷൻ സി 3ഉം 4ഉം. -40°C -40°F. 0°C 32°F. താപനിലയുടെ തോതായ കെൽവിൻ സ്കെയിൽ ആവിർഭവിച്ചത് ഏത് വാതക നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? ഓപ്ഷൻ ബി ചാൾസ് നിയമം. ഒരു മൂലകത്തിലെ ഇലക്ട്രോണുകളുടെയും പ്രോട്ടോണുകളുടെയും ന്യൂട്രോണുകളുടെയും എണ്ണം യഥാക്രമം 18, 16, 16 എന്നിങ്ങനെയാണ്. ഇതിന് അനുയോജ്യമായ ചിഹ്നം നൽകുക. ഓപ്ഷൻ ബി. 2024 രസതന്ത്രത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത് താഴെ പറയുന്നവരിൽ ആർക്കാണ്? ഓപ്ഷൻ എ ഡേവിഡ് ബേക്കർ. താഴെ കൊടുത്തവയിൽ പരസ്പരം യോജിക്കാത്തവ ഏതെല്ലാമെന്ന് കണ്ടെത്തുക. കേരള കലാമണ്ഡലം തൃശൂർ, യക്ഷഗാനം പാർത്ഥി സുബ്ബ, കഥകളി ഗുരുമാണി മാധവ ചാക്യാർ, പാട്ടബാക്കി തോപ്പിൽ ഭാസി. യോജിക്കാത്തവ? ഓപ്ഷൻ ബി 3, 4 ശരിയല്ല.
ലൂയി ഹാമിൽട്ടൺ, ഇബ്രാഹിം സദ്രാൻ, ക്രിസ്റ്റഫർ എൻകുഗ, സത്യകൃഷ്ണമൂർത്തി. ബാസ്കറ്റ്ബോൾ, ഫുട്ബോൾ, ഫോർമുല നമ്പർ 1 കാർ ഡ്രൈവിംഗ്, ക്രിക്കറ്റ്. മുകളിൽ കൊടുത്തിട്ടുള്ളവയിൽ ശരിയായവ തമ്മിൽ യോജിപ്പിച്ചാൽ ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ ബി. ലൂയി ഹാമിൽട്ടൺ ഫോർമുല നമ്പർ 1 കാർ ഡ്രൈവിംഗ്, ഇബ്രാഹിം സദ്രാൻ ക്രിക്കറ്റ്, ക്രിസ്റ്റഫർ എൻകുഗ ഫുട്ബോൾ, സത്യകൃഷ്ണമൂർത്തി ബാസ്കറ്റ്ബോൾ. താഴെ കൊടുത്തിട്ടുള്ള കഥകളിൽ ഉണ്ണി ആർ എഴുതിയ കഥകൾ ഏതെല്ലാം? ഓപ്ഷൻ ബി 3ഉം 1ഉം. വാങ്ക് ഒരു ഭയങ്കര കാമുകൻ. 2024 പാരീസ് ഒളിമ്പിക്സുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം എന്ന് കണ്ടെത്തുക. ഓപ്ഷൻ ഡി 1 മാത്രം ശരി. പുരുഷ 100 മീറ്റർ ഫ്രീ സ്റ്റൈൽ നീന്തൽ മത്സരത്തിൽ ചൈനയുടെ പാഞ്ചൻ ലി റെക്കോർഡോടെ സ്വർണം നേടി. മാലിക് ദിനാർ, കൂടൽമാണിക്യ ക്ഷേത്രം, അനന്തസ്വാമി ക്ഷേത്രം, ഉദയംപേരൂർ, സുന്നഹദോസ് പള്ളി, എറണാകുളം, വയനാട്, കാസർഗോഡ്, തൃശ്ശൂർ. മുകളിൽ കൊടുത്ത എ കോളവും ബി കോളവും പരസ്പരം യോജിപ്പിച്ചാൽ താഴെ കൊടുത്തിട്ടുള്ളവയിൽ ശരിയായത് ഏത്? ഓപ്ഷൻ ഡി. മാലിക് ദിനാർ കാസർഗോഡ്, കൂടൽമാണിക്യ ക്ഷേത്രം തൃശ്ശൂർ, അനന്തസ്വാമി ക്ഷേത്രം വയനാട്, ഉദയംപേരൂർ, സുന്നഹദോസ് പള്ളി, എറണാകുളം. അടുത്തായി മാത്സ് ചോദ്യങ്ങൾ ഉത്തരങ്ങൾ നോക്കാം. 41. ഓപ്ഷൻ എ 600. 42. ഓപ്ഷൻ ഡി 29. 43. ഓപ്ഷൻ ബി 6%. 44. ഓപ്ഷൻ എ 41. 45. ഓപ്ഷൻ സി 15:20:32. 46. ഓപ്ഷൻ ഡി 75 ഡിഗ്രി. 47. ഓപ്ഷൻ സി 27. 48. ഓപ്ഷൻ സി 39. 49. ഓപ്ഷൻ ബി 5 മീറ്റർ. 50. ഓപ്ഷൻ എ 66. അടുത്ത ചോദ്യം. ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിത 2023 പ്രകാരം സമൻസ് കൈപ്പറ്റേണ്ട വ്യക്തിയെ കണ്ടെത്താൻ കഴിയാത്ത സാഹചര്യത്തിൽ പകരം സമൻസ് കൈപ്പറ്റാവുന്നത് ആർക്ക്? ഓപ്ഷൻ ബി. അദ്ദേഹത്തോടൊപ്പം താമസിക്കുന്ന കുടുംബത്തിലെ പ്രായപൂർത്തിയായ അംഗത്തിന്. ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത 2023 സെക്ഷൻ 40(1) അനുസരിച്ച് ഒരു സ്വകാര്യ വ്യക്തിയാൽ അറസ്റ്റ് ചെയ്യപ്പെട്ട ആളെ എത്ര സമയപരിധിക്കുള്ളിൽ പോലീസ് ഉദ്യോഗസ്ഥന് കൈമാറണം? ഓപ്ഷൻ എ 6 മണിക്കൂറിനുള്ളിൽ. 2023 ഭാരതീയ ന്യായ സംഹിതയുടെ സെക്ഷൻ 138 പ്രകാരം താഴെ പറയുന്നവയിൽ ഏതാണ് അബ്ഡക്ഷൻ എന്ന കുറ്റകൃത്യം അല്ലാത്തത്? ഓപ്ഷൻ സി. ഒരു വ്യക്തിയുടെ ഇഷ്ടത്തിന് വിരുദ്ധമായി അയാളെ ഇന്ത്യക്ക് പുറത്തേക്ക് കൊണ്ടുപോകുക. ഒരു കുറ്റിക്കാടിന് പിന്നിലാണ് സെഡ് ഉള്ളതെന്ന് എക്ക് അറിയാം, എന്നാൽ ബിക്ക് അത് അറിയില്ല. സെഡ് മരണപ്പെടണം എന്ന ഉദ്ദേശത്താൽ ബിയെ കൊണ്ട് എ ആ കുറ്റിക്കാട്ടിലേക്ക് വെടിവെപ്പിക്കുകയും ഇതുമൂലം സെഡ് മരണപ്പെടുകയും ചെയ്യുന്നു. താഴെ പറയുന്നവയിൽ ശരിയായത് ഏത്? ഓപ്ഷൻ ബി. ബി കുറ്റമൊന്നും ചെയ്തിട്ടില്ല, എ കുറ്റകരമായ നരഹത്യ ചെയ്തു. 2023 ഭാരതീയ ന്യായ സംഹിത സെക്ഷൻ 76 പ്രകാരം ഒരു സ്ത്രീയെ വിവസ്ത്രയാക്കുക എന്ന ഉദ്ദേശത്തോടെ ആക്രമിക്കുന്നതോ ക്രിമിനൽ ബലപ്രയോഗം നടത്തുന്നതോ കുറ്റകൃത്യമാകുന്നത് ആയത് ഇവരിൽ ആര് ചെയ്യുമ്പോൾ? ഓപ്ഷൻ എ. ഏതൊരാളും. തിരക്കേറിയ ഒരു തെരുവിൽ വെച്ച് ബിയുടെ കയ്യിൽ നിന്ന് എ വേഗത്തിൽ ഒരു മൊബൈൽ ഫോൺ തട്ടിയെടുത്ത് ഓടിപ്പോകുന്നു. ഭാരതീയ ന്യായ സംഹിത 2023 പ്രകാരം ഈ കുറ്റകൃത്യം ഏത്? ഓപ്ഷൻ സി. സ്നാച്ചിങ്. ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിതയിലെ സെക്ഷൻ 96 പ്രകാരം ഒരു സെർച്ച് വാറണ്ട് സാധുവായി തുടരുന്ന പരമാവധി കാലയളവ് എത്രയാണ്? ഓപ്ഷൻ ഡി. പ്രത്യേക പരമാവധി കാലയളവ് പരാമർശിച്ചിട്ടില്ല. പോലീസ് കസ്റ്റഡിയിലെ പ്രതി കുറ്റസമ്മതം നടത്തുന്നു. ഇതുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? ഓപ്ഷൻ ഡി. ഈ കുറ്റസമ്മതം മജിസ്ട്രേറ്റിൻ്റെ സാന്നിധ്യത്തിൽ വെച്ചാണെങ്കിൽ അത് പ്രതിക്കെതിരെ തെളിയിക്കാവുന്നതാണ്. താൻ കുറ്റകൃത്യത്തിന് ഉപയോഗിച്ച ആയുധം ഒരു പ്രത്യേക സ്ഥലത്ത് ഒളിച്ചു വെച്ചിട്ടുണ്ടെന്ന് പോലീസ് കസ്റ്റഡിയിൽ ഇരിക്കെ പ്രതി പോലീസിന് മൊഴി നൽകുന്നു. ആ മൊഴിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് ആയുധം പ്രതി പറഞ്ഞ സ്ഥലത്ത് നിന്നും കണ്ടെത്തുന്നുവെങ്കിൽ ഓപ്ഷൻ എ. ആയുധം സൂക്ഷിച്ച സ്ഥലത്തെ സംബന്ധിച്ച് പ്രതി നൽകിയ വിവരം അത്രത്തോളം പ്രതിക്കെതിരെ തെളിയിക്കാവുന്നതാണ്. കേരള പോലീസ് ആക്ട് വകുപ്പ് 8 പ്രകാരം ഒരു പ്രത്യേക വ്യക്തി പോലീസ് കസ്റ്റഡിയിൽ ഉണ്ടോ എന്ന് അറിയുന്നതിനുള്ള അവകാശം ആർക്ക്? ഓപ്ഷൻ ഡി. ഏതൊരു പൗരനും. എക്സ്, വൈ എന്നിവർ സഞ്ചരിച്ചിരുന്ന വാഹനം പൊതുസ്ഥലത്ത് വെച്ച് പോലീസ് പരിശോധിക്കവേ എക്സ് ആയത് നിയമപരമായി തൻ്റെ മൊബൈൽ ഫോണിൽ പകർത്തുന്നു.
കേരള പോലീസ് ആക്ട് അനുസരിച്ച് ഈ സാഹചര്യത്തിലെ പോലീസിൻ്റെ ശരിയായ നടപടി എന്ത്? ഓപ്ഷൻ ബി, പോലീസിന് തങ്ങളുടെ കൃത്യനിർവഹണം വീഡിയോ പകർത്താം. ഒരു വ്യക്തിയെ കാണാനില്ലെന്ന് ന്യായമായും സംശയിക്കാവുന്ന വിവരം ലഭിക്കുന്ന സ്റ്റേഷൻ ഹൗസ് ഓഫീസർ കേരള പോലീസ് ആക്ട് അനുസരിച്ച് സ്വീകരിക്കേണ്ട നടപടികൾ. ഓപ്ഷൻ സി 2, 3, 4. കാണാതായയാളെ കണ്ടെത്തുന്നതിന് ഏതൊരു സ്ഥലത്തും പ്രവേശിച്ച് പരിശോധന നടത്തുക. ചോദ്യം ചെയ്യപ്പെടുന്ന സാക്ഷികളുടെ മൊഴിപ്പകർപ്പ് അതത് സാക്ഷികൾക്ക് നൽകുക. കാണാതായയാളെ കണ്ടെത്തുന്ന പക്ഷം അയാളെ മജിസ്ട്രേറ്റിന് മുമ്പാകെ ഹാജരാക്കുക. 1985 NDPS നിയമത്തിന് കീഴിലുള്ള കുറ്റകൃത്യങ്ങളുടെ വ്യവസ്ഥകൾ എപ്രകാരമാണ്? ഓപ്ഷൻ ബി, പോലീസിന് നേരിട്ട് കൊടുക്കാവുന്നതും ജാമ്യം ലഭിക്കാത്തതും. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ NDPS നിയമം 1985 പ്രകാരമുള്ള ശരിയായ പ്രസ്താവന ഏത്? ഓപ്ഷൻ ഡി 1, 2, 3. ഇന്ത്യ മുഴുവൻ ഈ നിയമം ബാധകമാണ്. ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള കപ്പലുകളിലും വിമാനങ്ങളിലുമുള്ള എല്ലാ വ്യക്തികൾക്കും ഈ നിയമം ബാധകമാണ്. മറ്റു രാജ്യങ്ങളിൽ താമസിക്കുന്ന ഇന്ത്യൻ പൗരന്മാർക്ക് ഈ നിയമം ബാധകമാണ്. 2012 ലൈംഗിക കുറ്റകൃത്യങ്ങളിൽ നിന്നുള്ള കുട്ടികളുടെ സംരക്ഷണ നിയമം ബാധകമായിട്ടുള്ളത്? ഓപ്ഷൻ എ, ഇന്ത്യ മുഴുവൻ. ചർമ്മങ്ങൾ തമ്മിൽ നേരിട്ട് കോണ്ടാക്റ്റ് ആയാൽ മാത്രമേ ലൈംഗിക അതിക്രമമായി കണക്കാക്കാൻ കഴിയൂ എന്ന് വിധി പ്രസ്താവിച്ച കോടതി? ഓപ്ഷൻ ബി, മുംബൈ ഹൈക്കോടതി. വിവരസാങ്കേതിക നിയമപ്രകാരം അശ്ലീല ചിത്ര പ്രസാരണമെന്ന കുറ്റകൃത്യം ആവർത്തിക്കുന്നതിന് വിധിക്കാവുന്ന ശിക്ഷ? ഓപ്ഷൻ സി, വെറും തടവോ കഠിന തടവോ 10 വർഷം വരെയും 2 ലക്ഷം രൂപ വരെ പിഴയും. വിവരസാങ്കേതിക നിയമം 2000 പ്രകാരം ജീവപര്യന്തം വരെ തടവ് ശിക്ഷ വിധിക്കാവുന്ന കുറ്റകൃത്യം ഏതാണ്? ഓപ്ഷൻ സി, സൈബർ ഭീകരവാദ പ്രവൃത്തികൾ. വിവരാവകാശ നിയമത്തിൻ്റെ പരിധിയിൽ എയ്ഡഡ് സ്വകാര്യ കോളേജുകൾ വരും എന്ന് വിധിച്ച കേസ്? ഓപ്ഷൻ ബി, വർഗീസ് വേഴ്സസ് MG യൂണിവേഴ്സിറ്റി. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഒരു പബ്ലിക് അതോറിറ്റിയുടെ കൈവശത്തിലോ നിയന്ത്രണത്തിലോ ഉള്ള ഏതാണ് വിവരം എന്ന നിർവചനത്തിൽ ഉൾപ്പെടുത്താവുന്നത്? ഓപ്ഷൻ ഡി, മുകളിൽ പറഞ്ഞവയെല്ലാം. പ്രമാണങ്ങൾ, ഇമെയിലുകൾ, ഇലക്ട്രോണിക് രൂപത്തിൽ സൂക്ഷിച്ചിട്ടുള്ള കാര്യങ്ങൾ. അടുത്തതായി പോസ്റ്റ് വൈസ് ക്വസ്റ്റ്യൻസിൻ്റെ ഉത്തരങ്ങൾ മാത്രം നോക്കിപ്പോകാം. 71. ഓപ്ഷൻ ബി, വാഹനവും ലോഡും കൂട്ടിയിട്ടുള്ള ഭാരം. 72. ഓപ്ഷൻ എ, L1 കാറ്റഗറി. 73. ഓപ്ഷൻ സി, 40 വയസ്സുവരെ. 74. ഓപ്ഷൻ ബി, CMVR 1989 റൂൾ 17A. 75. ഓപ്ഷൻ എ, അഡീഷണൽ ലൈസൻസിംഗ് അതോറിറ്റി. 76. ഓപ്ഷൻ സി, 3 ടണ്ണിന് താഴെ GVW ഭാരമുള്ള ചരക്ക് വാഹനങ്ങൾ. 77. ഓപ്ഷൻ ബി, 2 വർഷത്തേക്ക്. 78. ഓപ്ഷൻ ഡി, 3 മിനിറ്റിൽ കൂടുതൽ. 79. ഓപ്ഷൻ സി, കെട്ടിവലിക്കാൻ പാടില്ല. 80. ഓപ്ഷൻ സി, മദ്യത്തിൻ്റെയോ മയക്കുമരുന്നിൻ്റെയോ സ്വാധീനത്തിൽ. 81. ഓപ്ഷൻ ബി, വാഹനം ബ്രേക്ക് ഡൗൺ ആയി നിർത്തിയിട്ടിരിക്കുകയാണെന്ന് മറ്റു ഡ്രൈവർമാർക്ക് മനസ്സിലാക്കാൻ. 82. ഓപ്ഷൻ ബി, 20. 83. ഓപ്ഷൻ സി, ഇൻഅറ്റൻറ്റീവ് ബ്ലൈൻഡ്നെസ് ഉണ്ടാകുന്നു. 84. ഓപ്ഷൻ ഡി, ഇവയെല്ലാം. ഉറക്കവും ക്ഷീണവും അവഗണിച്ച് വാഹനം ഓടിക്കരുത്. സമയമെത്താൻ അമിത വേഗത സ്വീകരിക്കാതെ നേരത്തെ പുറപ്പെടുക. വാഹനത്തിൻ്റെ രേഖകളും ഡ്രൈവിംഗ് ലൈസൻസും പരിശോധിച്ച് കാലാവധി ഉറപ്പുവരുത്തുക. 85. ഓപ്ഷൻ സി, സ്റ്റിയറിംഗ് ബോക്സ്. 86. ഓപ്ഷൻ ബി, 2. 87. ഓപ്ഷൻ എ, 20,000. 88. ഓപ്ഷൻ ഡി, 15 വർഷം. 89. ഓപ്ഷൻ ബി, 7500 കിലോഗ്രാം. 90. ഓപ്ഷൻ സി, സെക്ഷൻ 186. 91. ഓപ്ഷൻ സി, ചികിത്സാ ചെലവുകൾ വഹിക്കേണ്ടതില്ല. അധികൃതരെ അറിയിച്ചതിന് ശേഷം ഉടൻ ആശുപത്രി വിടാം. 92. ഓപ്ഷൻ ബി, ഗുഡ് സാമാരിറ്റന് അനുയോജ്യമായ സമയം, സ്ഥലത്തിൽ സാധാരണ വേഷമണിഞ്ഞ ഉദ്യോഗസ്ഥൻ ചോദ്യം ചെയ്യണം. 93. ഓപ്ഷൻ ബി, ഡ്രൈവർ സമൻസ് കൈപ്പറ്റാതെ കോടതിയിൽ ഹാജരാകാതെ പോകുമെന്ന് പോലീസിന് ബോധ്യപ്പെട്ടാൽ. 94. ഓപ്ഷൻ ബി, സെക്ഷൻ 66(1) പ്രകാരം പെർമിറ്റ് ഇല്ലാതെ വാഹനം ഉപയോഗിക്കൽ. 95.
ഓപ്ഷൻ ബി 2021 ജനുവരി 1. 96 ഓപ്ഷൻ എ 40 km/മണിക്കൂർ. 97 ഓപ്ഷൻ ബി 93 ഡെസിബൽ. 98 ഓപ്ഷൻ ബി 7 mm. 99 ഓപ്ഷൻ ബി ലാമിനേറ്റഡ് സേഫ്റ്റി ഗ്ലാസ്. 100 ഓപ്ഷൻ ബി കംപ്രസ്ഡ് ഗ്യാസുകൾ. മേൽപ്പറഞ്ഞ ഉത്തരങ്ങളെല്ലാം തന്നെ കേരള PSCയുടെ പ്രൊവിഷണൽ ആൻസർ കീ പ്രകാരമുള്ള ഉത്തരങ്ങളാണ്. ഉത്തരങ്ങളിൽ മാറ്റമുണ്ടെങ്കിൽ PSC അത് ഫൈനൽ ആൻസർ കീയിലൂടെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.